Good afternoon, all. Good afternoon, ma'am. Okay. Prayer പറയുന്നുണ്ടോ? ആരെങ്കിലും റെഡിയാണോ? മിസ്സേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ ഇന്ന് സെമിനാർ എടുക്കേണ്ടിയിരുന്നു, പക്ഷെ ഞാൻ സ്കാനിങ്ങിന് വന്നത്, അപ്പൊ എനിക്ക് എടുക്കാൻ പറ്റില്ല. അടുത്ത പ്രാവശ്യം എടുക്കാവേ. കുഴപ്പമില്ലാടോ, ഞാൻ ഇന്ന് സെമിനാറിന് ക്ലാസ് എടുക്കുള്ളൂ. വെനസ്ഡേ ആണ് സെമിനാറിന് കൊടുക്കാന്ന് വിചാരിക്കുന്ന ടൈം. ഓക്കെ. പ്രയർ പറഞ്ഞോട്ടോ. Good afternoon, ma'am. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കുടിയിരിക്കണമേ, എന്റെ പാദമിടരാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. പൂവിലോറുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ, പുല്ലുമാടവും പൂവണി മേടയും തുല്യമായി തരും ശക്തിയും നീയല്ലോ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കുടിയിരിക്കണമേ, എന്റെ പാദമിടരാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. ഓക്കെ. ഈ വരുന്ന വെനസ്ഡേ ആണ് നമ്മൾ സെമിനാർ എടുക്കാന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ബാക്കിയുള്ള പോർഷൻസ് സെമിനാർ എടുക്കുന്നത് വെനസ്ഡേ ആണ് കേട്ടോ. എന്നിട്ട് വെനസ്ഡേ ആണ് കേട്ടോ ഈ സെമിനാർ എടുക്കുന്നത്. കംപ്ലീറ്റ് ചെയ്യാനുണ്ടല്ലോ. അപ്പൊ നമുക്ക് വെനസ്ഡേയിലേക്ക് വയ്ക്കാം. അപ്പൊ വെനസ്ഡേ നമുക്ക് സെമിനാർ എടുക്കാം. സോ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ന്യൂ ചാപ്റ്റർ ആണ്. യൂണിറ്റ് 2 ആപ്ലിക്കേഷൻ ഓഫ് എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് ഇൻ അക്കാഡമിക് ഏരിയ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. വലിയ ചാപ്റ്റർ ആണ്, ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ. ഓക്കെ അല്ലേ? അപ്പോ യൂണിറ്റ് 2 എടുക്കാം എല്ലാവരും. നമ്മുടെ ചാപ്റ്ററിന്റെ പേര് ആപ്ലിക്കേഷൻ ഓഫ് എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് ഇൻ അക്കാഡമിക് ഏരിയ എന്നാണ്. ആദ്യം നമ്മുടെ മാനേജ്മെന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആദ്യം കൊണ്ടുവന്നത് ഒരു ഇൻഡസ്ട്രിയില് കാര്യങ്ങൾ മാനേജ് ചെയ്യുക, അങ്ങനെ ഒരു ഓർഗനൈസേഷണൽ മാനേജ്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു നമ്മൾ ഈ ഒരു മാനേജ്മെന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഡിറൈവ് ചെയ്തത്. പിന്നീടാണ് അത് എന്തുകൊണ്ട് എഡ്യൂക്കേഷണൽ ഏരിയയിൽ അക്കാഡമിക് ഏരിയയിൽ മാനേജ് ചെയ്തുകൂടാ എന്നുള്ള രീതിയിൽ നമ്മൾ ഇന്ന് കാണുന്ന എഡ്യൂക്കേഷണൽ മാനേജ്മെന്റിന്റെ ആ ഒരു സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത്. ഇൻട്രൊഡക്ഷൻ ആണ്. In academic area like school curriculum, classroom activity, teachers' learning process are the backbone of any school, and the management of these things are very important. നമുക്കറിയാം സ്റ്റുഡൻസിന്റെ കരിക്കുലം, അവരുടെ സ്റ്റഡി മെറ്റീരിയൽസും കാര്യങ്ങളും, ക്ലാസ് റൂം ആക്ടിവിറ്റീസ്, ടീച്ചേഴ്സിന്റെ ലേണിംഗ് പ്രോസസ്സും കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു സ്കൂളിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ ബാക്ക് ബോൺ തന്നെയാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സംബന്ധിച്ചാണെങ്കിൽ നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസ്, നമ്മുടെ എന്താ പറയാ, മൊഡ്യൂൾ 1, 2, 3, 4, 5 ഈ 4 മൊഡ്യൂൾസും അല്ലെങ്കിൽ സ്റ്റഡി മെറ്റീരിയൽസ്, അതേപോലെ തന്നെ നമ്മുടെ ക്ലാസ് റൂം ആക്ടിവിറ്റീസ് വരാറുണ്ട് ഇല്ലേ? നമ്മള് ഡിപ്ലോമയിലെ ഓരോ ക്ലാസ് റൂം ആക്ടിവിറ്റീസും കാര്യങ്ങളും തന്നിട്ടില്ലേ? ഇങ്ങനെ ആക്ടിവിറ്റീസ് ചെയ്യണം, സബ്മിറ്റ് ചെയ്യണം, പ്രസന്റ് ചെയ്യണം എന്നൊക്കെ പറയാറില്ലേ ടീച്ചേഴ്സ്? ആ ആക്ടിവിറ്റീസും കാര്യങ്ങളും, ടീച്ചേഴ്സിന്റെ ലേണിംഗ് പ്രോസസ്, അവരെ പഠിപ്പിക്കുന്ന കാര്യങ്ങളും, അതേപോലെ ഞങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ലേൺ ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് ഓരോ ദിവസവും ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളും എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, ലേൺ ചെയ്തുകൊണ്ടിരിക്കുക, പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഞങ്ങൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഒരു സ്കൂളിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സംബന്ധിച്ച് അതിന്റെ ബാക്ക് ബോൺ തന്നെയാണ്.
The management of these things are very important. ഈ കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. Educational management plays an imperative role in school academic area. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ എഡ്യൂക്കേഷൻ മാനേജ്മെന്റിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ ഉണ്ട് അക്കാഡമിക് ഏരിയയിൽ. ക്ലാസ് റൂം മാനേജ്മെന്റ് ഇസ് ആൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് സ്കൂൾ മാനേജ്മെന്റ്. ക്ലാസ് റൂം മാനേജ്മെന്റ് ആണ് ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു പാർട്ട് എന്ന് പറയുന്നത്. കരിക്കുലം ഡെവലപ്മെന്റ് is also basic for children and teachers. നമ്മുടെ കരിക്കുലം ഡെവലപ്മെന്റും കാര്യങ്ങളും ടീച്ചേഴ്സിനും കുട്ടികളെയും അനുസരിച്ച് ഭയങ്കര ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. We will discuss these things in school management. നമ്മൾ സ്കൂൾ മാനേജ്മെന്റ് കൂടുതലായിട്ട് നോക്കും. നിങ്ങൾ ഓരോരുത്തരും നമ്മളെ കാണുമ്പോൾ നമ്മൾ ഇവിടുന്ന് ഓരോ എഡ്യൂക്കേഷൻ സ്റ്റഡീസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റാത്തൊരു ഫോഴ്സ് ഉണ്ട്, ഞങ്ങളുടെ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ കുറച്ച് ഫ്യൂ ടീച്ചേഴ്സിനെ മാത്രമാണ് നിങ്ങൾ കാണുന്നത് അല്ലെ, നമ്പർ ഓഫ് ടീച്ചേഴ്സിനെ മാത്രമാണ് അറിയാവുന്നത് അല്ലെ. 4 or 5 ടീച്ചേഴ്സിനെ അറിയാൻ പറ്റും കോമൺലി നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലെ. അത് കൂടാതെ കൂടുതൽ ടീച്ചേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ ഇവിടെ ഒരുപാട് സ്റ്റാഫ്സ് ഉണ്ട്, ടെക്നിക്കൽ സ്റ്റാഫ്സ് ഉണ്ട്. ഇവരെല്ലാവരെയും മാനേജ് ചെയ്യുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഉണ്ട്. ഞങ്ങൾക്ക് ഒരു അഡ്മിനിസ്ട്രേറ്റർ ഉണ്ട്, അതൊരു ലേഡിയാണ്. ആർക്കെങ്കിലും അറിയോ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർ എന്ന് അറിയോ? കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. പ്രസീത മാം ആണ്. ഒരു 100-120 പേര് 120 മേലെയുള്ള വ്യക്തികളെ ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ എഫേർട്ട് ഉള്ള ഒരു ടാസ്ക് ആണ്. ഓരോ വ്യക്തികളും ഡിഫറെന്റ് സ്വഭാവങ്ങളിൽ നിന്നുള്ള ഡിഫറെന്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന വ്യക്തികളാണ്. ഇപ്പൊ ടീച്ചേഴ്സിനെ ഹാൻഡിൽ ചെയ്യുന്ന പോലെ ആയിരിക്കില്ല എന്താ പറയാ ടെക്നിക്കൽ സ്റ്റാഫിനെ ഹാൻഡിൽ ചെയ്യേണ്ടത്. ഇതൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള വ്യക്തികളെ ഹാൻഡിൽ ചെയ്യുക, അവരെ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യുക, നമ്മുടെ ഓർഗനൈസേഷന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യാന്ന് പറയുന്നത് നല്ല എഫേർട്ട് ഉള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്ക് പ്രസിദ്ധ മാമിനെ കാണുമ്പോൾ ഇതെല്ലാം പ്രോപ്പർ ആയിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിനെ നമുക്ക് ആ ഒരു ആളിൽ കാണാൻ പറ്റുന്നുണ്ട്. ഞങ്ങളുടെ ബാക്ക് ബോൺ തന്നെയാണ്, നമ്മളുടെ സ്ഥാപനത്തിന്റെ ഒരു ബാക്ക് ബോൺ തന്നെയാണ് അഡ്മിനിസ്ട്രേറ്റർ പ്രസിദ്ധ മാം. കാരണം നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ ആണ് മാം എന്ന് പറയുന്നത്. എനിക്ക് അങ്ങനെ പറയാനായിട്ട് പറ്റുന്നത് തന്നെ പുള്ളിക്കാരത്തിന്റെ ഒരു കൺട്രോളും കാര്യങ്ങളും എല്ലാ ഏരിയയിലും ഈച്ച് ആൻഡ് എവറി ഏരിയയിൽ ആരുണ്ട് പ്രസിദ്ധ മാമിന്റെ കൺട്രോളും കാര്യങ്ങളും ഉണ്ട്. ഞങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുന്നു, അതിനനുസരിച്ച് ഫോളോ ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. ഇനി മീനിങ് ഓഫ് ക്ലാസ് റൂം മാനേജ്മെന്റിലേക്കാണ് വരുന്നത്. ക്ലാസ് റൂം മാനേജ്മെന്റ് ഈസ് വ്യൂഡ് ആസ് ആൻ ഓർഗനൈസേഷണൽ ഫംഗ്ഷൻ ഇൻ വിച്ച് ടാസ്ക് ആർ പെർഫോംഡ് in a diversity of settings, resulting in inclusion of certain values such as human respect, personality integrity, self-direction, society, group cohesion, etc. അപ്പൊ നമ്മളൊരു ക്ലാസ് റൂം മാനേജ്മെന്റിന്റെ കാര്യത്തിൽ ഒരു ഓർഗനൈസേഷൻ ഫംഗ്ഷൻ ആയിട്ട് തന്നെ നമുക്ക് അതിനെ കാണാം. കുറെ ടാസ്കുകൾ ഒരുമിച്ച് ചെയ്യുന്നതാണ് ഈ ക്ലാസ് റൂം മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അവിടെ ഹ്യൂമൻ റെസ്പെക്ട്, ഓരോ വ്യക്തിയെയും റെസ്പെക്ട് ചെയ്യുന്നത്, പേഴ്സണൽ ഇന്റഗ്രിറ്റി, ഓരോ വ്യക്തികളും തമ്മിലുള്ള പരസ്പരം ധാരണകൾ, സെൽഫ് ഡയറക്ഷൻസ്, ഒരുമിച്ചൊരു ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുക എന്നുള്ളതെല്ലാം എന്താണ് ക്ലാസ് റൂം മാനേജ്മെന്റിന്റെ പാർട്ടാണ്. When tasks are performed, tension are to be generated and these have to be solved. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും ഒരു ടാസ്ക് പെർഫോം ചെയ്യുമ്പോൾ അതിൻ്റെതായ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആർ ടു ബി ജനറേറ്റഡ്, അത് നോർമലി വരുന്നതാണ്. അത് നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ളതാണ് നമ്മളുടെ ടാസ്ക് എന്ന് പറയുന്നത്. ആദ്യമായിട്ട് ഫസ്റ്റ് ക്ലാസ്സിൽ കയറുമ്പോ ഫസ്റ്റ് ബാച്ച് ഇപ്പൊ നിങ്ങൾ ഓരോരുത്തരും ഇപ്പൊ MT10, MT9, MT10 ആൻഡ് MT11 ഈ 3 ക്ലാസ്സിൽ ഞാൻ ഫസ്റ്റ് ഡേ കയറി അന്ന് എന്റെ മനസ്സിൽ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് ക്ലാസ്സിലേക്ക് കയറി കഴിഞ്ഞപ്പോ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം എങ്ങനെയായിരിക്കും പിള്ളേർ, എങ്ങനെയാണ് അവര് ഒന്നും അറിയില്ല. അപ്പൊ ആദ്യത്തെ ദിവസം നമ്മൾ ആ കയറുമ്പോ ആ ടെൻഷനും കാര്യങ്ങളും നമ്മളിൽ ഉണ്ടാവും. പക്ഷെ എനിക്ക് ആ ടെൻഷൻ എപ്പോ ഉണ്ടായിരുന്നില്ല, PGയുടെ ക്ലാസ്സിലേക്ക് വന്നപ്പോ ഉണ്ടായിരുന്നില്ല. PGയുടെ ക്ലാസ്സിലേക്ക് വന്നപ്പോ കാരണം എനിക്ക് എന്താ പറയാ, ഈ ഓരോ ബാച്ചിലെയും കുട്ടികളെ നല്ല രീതിയിൽ അറിയാം. ഇപ്പൊ അമർത്തേനായാലും റിജനായാലും ഓരോരുത്തരും വലിയ എന്താണ് അറിയാം, കാരണം അവര് ഓൾറെഡി അറിയാവുന്നതാണ്. അപ്പൊ ആ ടെൻഷനും കാര്യങ്ങളില്ല. അപ്പൊ നമ്മള് ഒരു ടാസ്ക്, ഏതൊരു ടാസ്ക് പെർഫോം ചെയ്യുന്നതിന് മുമ്പും ടെൻഷൻ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. അതെങ്ങനെ ഓവർകം ചെയ്ത് നമ്മൾ ആ ഒരു ടാസ്ക് എങ്ങനെ എത്ര കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ക്ലാസ് റൂം മാനേജ്മെന്റ് എന്ന് പറയുന്നത്. നാളെ ഒരു ദിവസം നിങ്ങൾ ടീച്ചിങ് പ്രാക്ടീസിന് വേണ്ടി പോകുമ്പോൾ ഒരു ക്ലാസ് നിങ്ങൾക്ക് അസൈൻ ചെയ്തിട്ട് ഇന്ന ടോപ്പിക് നിങ്ങളോട് ചെയ്യാൻ പറയും. അപ്പൊ
അപ്പൊ പെട്ടെന്ന് ടെൻഷൻ ആവരുത്. അതെങ്ങനെ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും, അത് എത്ര നല്ല മനോഹരമായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നിങ്ങൾ തിങ്ക് ചെയ്യുന്നത്. The tension are related to have a brain on certain situational factors and ideological instinct of the school and teacher. അപ്പോൾ ടെൻഷൻ എന്താന്ന് പറഞ്ഞിരിക്കുകയാണ് ജോൺസൺ ബ്രൂക്സ് 1979 പറഞ്ഞിരിക്കുന്നത്. ടെൻഷൻ എന്ന് പറയുന്നത് ഒരു സിറ്റുവേഷണൽ ഫാക്ടർ ആണ്. നമുക്കൊരു സിറ്റുവേഷനിൽ നമുക്ക് വരുന്ന ആയിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയാണ് ടെൻഷൻ. നമ്മുടെ ബ്രെയിനിൽ നമ്മുടെ മൈൻഡിൽ വരുന്ന ഒരു ഫാക്ടർ തന്നെയാണ് ടെൻഷൻ. ടെൻഷൻ ഉണ്ടാവും എല്ലാവർക്കും അല്ലെ, ഓവർ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യുന്നു, നമ്മൾ ഐഡിയോളജിക്കലി അതെങ്ങനെ സോൾവ് ഔട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നു എന്നതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ചില വ്യക്തികൾ സിമ്പിൾ ആയിട്ട് ടെൻഷൻ സോൾവ് ചെയ്യും. അത് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ചില വ്യക്തികൾക്ക് ടെൻഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അവര് എന്താവും, ബ്ലാങ്ക് ആയിട്ട് പോകും അല്ലെ, ബ്ലാങ്ക് ആയിട്ട് പോകും. ഇനി MT9 എക്സാം വരാൻ പോവാണല്ലേ, 13th സ്റ്റാർട്ട് ചെയ്യില്ലേ? ആരെങ്കിലും ഉണ്ടോ MT9? യെസ് മാം, 13th സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോ നിങ്ങൾ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളുണ്ടല്ലോ, ആ പഠിച്ച് നിങ്ങൾ ആ 13th അന്ന് ക്ലാസ് എക്സാമിന് മുമ്പ് വരെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ ആ ക്ലാസ് എക്സാമിന്റെ ആ ഒരു ലിങ്ക് ഓപ്പൺ ചെയ്ത് കയറി കഴിയുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ മൈൻഡ് ഫുള്ളും ബ്ലാങ്ക് ആയിട്ട് പോകും. ബ്ലാങ്ക് നമുക്ക് അങ്ങനെ എക്സാം എഴുതുന്ന സമയത്ത് വരാറില്ല, ഇൻക്ലൂഡിങ് മീ, ഞാൻ അടക്കം എനിക്ക് വരാവുന്ന ഒരു കാര്യമാണ്. എക്സാം ഹോളിൽ കയറി കഴിയുമ്പോൾ നമ്മൾ അത്രയും നേരം പഠിച്ച കാര്യങ്ങൾ ബ്ലാങ്ക് ആയി പോകും. ടെൻഷനാണ് കാരണം. സോ ഒന്ന് ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട് ചെയ്യാം. ഒന്ന് കാം ആയിട്ട് ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് റീഡ് ചെയ്ത് നോക്കുക, അറ്റൻഡ് ചെയ്യാം. കൂൾ ആയിരിക്കും, കാരണം സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ട് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ടെൻഷനൊക്കെ മാറ്റി നിർത്തിയിട്ട് നമ്മൾ ആ കാര്യങ്ങളിലേക്ക് വരാം. ഓക്കെ, ടെൻഷൻ ഒന്നും അടിക്കണ്ട കേട്ടാ, സിമ്പിൾ ആണ്. എക്സാമും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്താണോ ഈ ഒരു 10 മാസം പഠിച്ചത് അത് തന്നെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആൻസർ ചെയ്താൽ മതി. ടെൻഷനും കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, പിന്നീട് എടുത്ത് നമുക്ക് തലയിൽ വയ്ക്കാം. അതെല്ലാം മാറ്റി വെച്ചിട്ട് നമ്മുടെ ക്ലാസ്, നമ്മുടെ പെർഫോമൻസും കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്യാം. In view classroom management from theoretical point, one identify some of the recent approach to the management, such as management by objective. നമ്മുടെ ക്ലാസ് റൂം മാനേജ്മെന്റ് കുറച്ച് തിയറിറ്റിക്കൽ പോയിന്റ്സ് ഉണ്ട്. മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ്, ബിഹേവിയറൽ മോഡിഫിക്കേഷൻ, പോസിറ്റീവ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, ട്രാൻസാക്ഷണൽ അനാലിസിസ്, കണ്ടിജൻസി മാനേജ്മെന്റ്. അപ്പൊ നമുക്ക് ക്ലാസ് റൂം മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു ക്ലാസ് റൂം മാനേജ്മെന്റ് മാത്രമല്ല, അവിടെ മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. നമ്മുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുക. ബിഹേവിയറൽ മോഡിഫിക്കേഷൻ, നമ്മുടെ ആ ഒരു ക്ലാസ് റൂം മാനേജ്മെന്റ് കാര്യം നമ്മൾ എന്തെല്ലാം ബിഹേവിയർ കാര്യങ്ങളാണ് അവിടെ കൊണ്ടുവരുന്നത്. പോസിറ്റീവ്, നെഗറ്റീവ്, റീഎൻഫോഴ്സ്മെന്റ്, ട്രാൻസാക്ഷൻ അനാലിസിസ്, നമ്മൾ കൊടുക്കുന്ന ട്രാൻസാക്ഷൻസും കാര്യങ്ങളും എങ്ങനെ അനലൈസ് ചെയ്യണം. കണ്ടിജൻസി മാനേജ്മെന്റ്, ജസ്റ്റ് ഒരു കാര്യം പറയാം, നമ്മളുടെ ഓർഗനൈസേഷനെ സംബന്ധിച്ച് എപ്പോഴും ഒബ്ജക്റ്റീവ് എന്തായിരിക്കും, അവർക്ക് മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യണം എന്നായിരിക്കും ഏതൊരു സ്ഥാപനത്തിന്റെയും ഒബ്ജക്റ്റീവ്. നമ്മുടെ സ്ഥാപനത്തിന്റെ ഒബ്ജക്റ്റീവ് എടുക്കുകയാണെങ്കിൽ റീസണബിൾ റേറ്റിൽ ക്വാളിറ്റി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണമെന്നാണ് നമ്മുടെ സ്ഥാപനത്തിന്റെ ഒബ്ജക്റ്റീവ്. നമ്മുടെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ റീസണബിൾ റേറ്റിൽ ക്വാളിറ്റി എഡ്യൂക്കേഷൻ. നിങ്ങൾ ആ ഒരു കാര്യത്തിൽ സാറ്റിസ്ഫൈഡ് ആണോ? റീസണബിൾ ആയിട്ടുള്ള റേറ്റിൽ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആണോ നിങ്ങൾക്ക് കിട്ടുന്നത്? യെസ് മാം, കമ്പാരിറ്റീവ്ലി നമ്മൾ എവിടെ പോയി നോക്കിയാലും ഈ ഒരു അഫോർഡബിൾ റേറ്റ് നമുക്ക് ഇവിടെയും കാണാൻ പറ്റിയിട്ടില്ല. ക്വാളിറ്റിയുടെ കാര്യത്തിലോ ഞങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ സാക്രിഫൈസ് ചെയ്യുന്നുണ്ടോ? ഇല്ല മാം, ടീച്ചേഴ്സ് ആയാലും മാക്സിമം ഔട്ട്പുട്ട് ആണ് നമുക്ക് തരുന്നത്, അങ്ങനെയാണ് തോന്നിയിരിക്കുന്നത്. ഓഫ്ലൈൻ ക്ലാസ്സിന്റെ മരുന്ന് ഓൺലൈൻ ക്ലാസ്സും കൊണ്ടുപോകുന്നത്, വൈവിയും പ്രാക്ടിക്കൽ സെക്ഷനും റെക്കോർഡ്സും കാര്യങ്ങളും എന്ന് പറഞ്ഞ മാതിരി. പിന്നെ ഫോളോ അപ്പും ചെയ്യുന്നുണ്ട്. നമ്മൾ ഇങ്ങനെ ഫീസ് അടക്കുന്ന മാം ഇടയ്ക്ക് ഇങ്ങനെ എങ്ങനെയുണ്ട് ക്ലാസ്, എന്താ ഏതാ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജസും കാര്യങ്ങളൊക്കെ അയക്കാറുണ്ട്. അപ്പൊ ഒരു ഓഫ്ലൈനിന്റെ ഒരു പ്രതിനിധി മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. ആ ഒരു ഫീലിംഗാ. സ്ക്രീനിലേ കാണുന്നേ ഉള്ളൂ, ബാക്കി എല്ലാം അതുപോലെ തന്നെയാ. ഓക്കെ, അപ്പൊ നമ്മൾ തമ്മിലുള്ള ഇന്ററാക്ഷൻ കാര്യങ്ങൾ പോലും എന്താ പറയാ ഓഫ്ലൈൻ പോലെ ഞങ്ങൾക്ക് നിങ്ങളുടെ മുഖം കാണാൻ പറ്റുന്നില്ല. ഇപ്പൊ അമൃത ആയാലും ഈ ഒരു ഇമേജും ഈ സൗണ്ടും വെച്ച് ഞങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. നിങ്ങൾ നേരിട്ട് വരുമ്പോൾ ചിലപ്പോൾ ഞങ്ങൾക്ക് അത് അറിയാൻ പറ്റണമെന്നില്ല. അപ്പൊ വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യാം. അപ്പൊ മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ് നമ്മൾ എന്ത് ചെയ്യണം, നേടിയെടുക്കണം. അതിൽ നമ്മൾ കുറച്ചും കൂടി പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാൻ നോക്കുക. ബിഹേവിയറൽ മോഡിഫിക്കേഷൻ, എല്ലാ വ്യക്തികളും ഓരോ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരാവണമെന്നില്ല. ഡിഫറെന്റ് ക്യാരക്ടറുള്ള, ഡിഫറെന്റ് സ്വഭാവങ്ങളുള്ള വ്യക്തികളായിരിക്കാം.
അപ്പൊ ആ ഒരു ബിഹേവിയറും കാര്യങ്ങളും നമ്മളൊരു പോസിറ്റീവ് ആയിട്ടുള്ള ബിഹേവിയർ ആയിരിക്കണം നമ്മൾ ഏതൊരു സ്ഥാപനത്തിലും കാഴ്ചവെക്കേണ്ടത്. ട്രാൻസാക്ഷൻ അനാലിസിസ് ആയാലും കണ്ടീഷൻസ് എല്ലാ കാര്യങ്ങളും പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യണം എന്നാണ് ക്ലാസ് റൂം മാനേജ്മെന്റ് വരുന്നത്. ആൻഡ് associated theory of classroom management is an exclusive as an theory of instruction. നമ്മൾ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുക എന്ന് മാത്രമല്ല ഫോളോ അപ്പും കൂടി ചെയ്യണം. ഡിസിഷൻ ബിറ്റ്വീൻ ടാസ്ക് ആൻഡ് ആക്ടിവിറ്റി മേ ബി ഇൻഡിക്കേറ്റഡ്. നമ്മൾ ഒരു കാര്യത്തെ കുറിച്ച് ടാസ്ക് ആക്ടിവിറ്റീസും കാര്യങ്ങളും നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഒന്നുണ്ടോ? ഇല്ല അല്ലെ? വോയിസ് ഡിസ്റ്റർബൻസ് ഒന്നും ഒന്നുമില്ലല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ ടാസ്ക് ആക്ടിവിറ്റീസും കാര്യങ്ങളിലൂടെ നമ്മൾ ആ ഒരു ക്ലാസ് റൂം പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യാം. ദ കൺസെപ്റ്റ് ഓഫ് ആക്ടിവിറ്റി റെഫേഴ്സ് ടു ഡിഫറെന്റ് പാറ്റേൺ ഓവർ ബിഹേവിയർ ഓഫ് ദ ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് ഇൻ ക്ലാസ് റൂം. നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആക്ടിവിറ്റീസും കാര്യങ്ങളും എന്ത് ചെയ്യും? ഇംപ്ലിമെന്റ് ചെയ്യും. ഓരോ കുട്ടികളിലും വരുത്തുന്ന മാറ്റങ്ങൾ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും? അവർക്ക് വേണ്ട അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടാസ്കും കാര്യങ്ങളായിരിക്കും ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഇപ്പൊ ഒരു കുട്ടി റീഡ് ചെയ്യാനായിട്ട് കുറച്ച് വീക്ക് ആണെങ്കിൽ നമ്മൾ അവർക്ക് റീഡിങ് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളായിരിക്കും ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. എ ടാസ്ക് ഈസ് ഡിഫൈൻഡ് ആസ് വേ ഇൻ വിച്ച് ഇൻഫർമേഷൻ പ്രോസസിംഗ് ദ ഡിമാൻഡ് ഓഫ് ആൻ എൻവയോൺമെന്റ് ആർ സ്ട്രക്ചേർഡ് ആൻഡ് എക്സ്പീരിയൻസ്. ടാസ്ക് എന്ന് പറയുന്നത് ഒരു വേ ആണ്, ഒരു മാർഗമാണ്. എന്തിനു വേണ്ടിയിട്ടുള്ള മാർഗം? ഇൻഫർമേഷൻ പ്രോസസ്സിംഗ്. നമ്മളുടെ ഇൻഫർമേഷൻസും കാര്യങ്ങളും ഒക്കെ നമ്മളത് നല്ല രീതിയിൽ ആ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള രീതിയിൽ നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇറ്റ് ഈസ് ആൻ എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ഗോൾ. നമ്മൾ ഈ ഇൻഫർമേഷൻസും കാര്യങ്ങളും എന്തിനു വേണ്ടിയിട്ടാണ് പാസ് ചെയ്യുന്നത്? ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയാണ്. ആൻഡ് ദ സെറ്റ് ഓഫ് ഓപ്പറേഷൻ ഡിസൈൻ ടു ദ അച്ചീവ് ദ ഗോൾ. നമ്മൾ ഈ ഒരു സെറ്റ് ഓഫ് ഓപ്പറേഷൻസും കാര്യങ്ങളൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങളുടെ ആ ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രോപ്പർ ആയിട്ടുള്ള ക്ലാസ് റൂം മാനേജ്മെന്റും കാര്യങ്ങളും കൊണ്ടുവരുന്നത്. ടെൻഷൻ അടിക്കേണ്ട, കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ടഫ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് നമ്മൾ എടുക്കുന്നത്. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഈ ഒരു പേജിൽ വരുമ്പോൾ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റിൽ തരുന്ന ക്വസ്റ്റ്യൻസ് പോലെ തന്നെയായിരിക്കും എക്സാമിനും ചോദ്യങ്ങൾ വരാൻ പോകുന്നത്. ഓവറായിട്ട് ഒരുപാടായിട്ട് ചോദിക്കില്ല. പിന്നെ ഇത് സാധാരണ രീതിയിൽ ഒന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ മാത്രം മതി. എന്നിട്ട് അത് നിങ്ങളുടേതായ ഉള്ളിൽ നിന്നായിരിക്കും ആൻസറും ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഒരു ഗോള് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ അച്ചീവ് ചെയ്യണം, ആ ഒരു ഗോള് എങ്ങനെ അച്ചീവ് ചെയ്യണം എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ഒരു ക്ലാസ് റൂം മാനേജ്മെന്റിൽ വരുന്നത്. ഇൻ ടേംസ് ഓഫ് ക്ലാസ് റൂം മാനേജ്മെന്റ്, teacher perform various tasks such as planning, organizing, coordinating, directing, controlling, communicating behavior. Therefore, can understand in terms of the task accomplished. ഞാനിപ്പോ ഒരു ക്ലാസ് റൂം മാനേജ്മെന്റിലേക്ക് വരുമ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന ടാസ്ക് എന്ന് പറയുന്നത് യൂണിറ്റ് 2 ആപ്ലിക്കേഷൻ ഓഫ് എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് ഇൻ അക്കാഡമിക് ഏരിയ ആണ് എനിക്ക് വന്നിരിക്കുന്ന ടാസ്ക്. ഞാൻ ഈ ക്ലാസ്സിൽ വരുമ്പോൾ തന്നെ നമുക്കറിയാം അതിനൊരു പ്ലാൻ ഉണ്ട്. കാരണം ഈ ഒരു മന്തിനോട് കൂടി നമ്മളുടെ PGയുടെ ക്ലാസ് കംപ്ലീറ്റ് ചെയ്യണമെന്ന് ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. സോ ഞാൻ അതിനനുസരിച്ച് എന്റെ പോർഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇനി ഓർഗനൈസ് ചെയ്യണം. ഏതൊക്കെ ടോപ്പിക്കും കാര്യങ്ങളും ആദ്യം പറയണം. അത് കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ടോ, അതിന് വേണ്ട ഡയറക്ഷനും കാര്യങ്ങളും എനിക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടോ, പ്രോപ്പർ ആയിട്ട് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതെല്ലാം ഈ ഒരു ടാസ്ക് എന്ത് ചെയ്യാനായിട്ട് അക്കംപ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഞാൻ ചെയ്യുന്നത്. ടീച്ചർ പ്രോസസ് ഈസ് ഓർഗനൈസ്ഡ് ത്രൂ ക്ലാസ് റൂം മാനേജ്മെന്റ്. ക്ലാസ് റൂം മാനേജ്മെന്റിലൂടെയാണ് ടീച്ചർ ഈ ഒരു പ്രോസസ്സ് എന്ത് ചെയ്യുന്നത്? ഓർഗനൈസ് ചെയ്യുന്നത്. ക്ലാസ് റൂം മാനേജ്മെന്റ് ഈസ് ഡിഫൈൻഡ് ഓപ്പറേഷണലി. ക്ലാസ് റൂം മാനേജ്മെന്റിന്റെ ഡെഫിനിഷൻ ആണ് ഇനി പറയാൻ പോകുന്നത്. എ സിസ്റ്റം ഓഫ് ആക്ഷൻ ആൻഡ് ആക്ടിവിറ്റീസ് ആർ മാനേജ്ഡ് ഇൻ ദ ക്ലാസ് റൂം. ഒരു സിസ്റ്റം ഓഫ് ആക്ഷൻസ് ആണ് ഒരു ടീച്ചർ ഒരു ക്ലാസ്സിൽ ചെയ്യുന്ന ആക്ഷൻസും ആക്ടിവിറ്റീസും. ആ പ്രോപ്പർ ആയിട്ട് ആ ക്ലാസ്സിനെ മാനേജ് ചെയ്യാൻ പറ്റണം. ടു ഇൻഡ്യൂസ് ടു ലേണിംഗ് ത്രൂ ടീച്ചർ തോട്ട് റിലേഷൻഷിപ്പ് ഓർ ഇന്ററാക്ഷൻ. നമ്മൾ ടീച്ചേഴ്സ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലൂടെ അല്ലെങ്കിൽ ഇന്ററാക്ഷനിലൂടെയാണ് നമ്മൾ ഈ ഒരു ക്ലാസ് റൂം മാനേജ്മെന്റ് പ്രോപ്പർ ആയിട്ട് പോകുന്നത്. ജസ്റ്റ് പറയുകയാണെങ്കിൽ നിങ്ങൾ നമ്മൾ ഡിപ്ലോമയുടെ ക്ലാസ്സുകളിൽ ടീച്ചേഴ്സ് ഇന്ററാക്റ്റീവ് സെഷൻ കൂടുതലാണ് അല്ലെ. PGയിൽ നമ്മൾ ഇന്ററാക്ഷൻ സെഷൻ ഒന്നും അധികം കൊടുക്കുന്നില്ല. ജസ്റ്റ് വൺ വേ കമ്മ്യൂണിക്കേഷൻ മാത്രമാണ് PG ക്ലാസ്സിൽ ഞങ്ങൾക്ക് പെർമിറ്റഡ് ആയിട്ടുള്ളത്. പക്ഷെ ഡിപ്ലോമ ക്ലാസ്സിൽ ഇങ്ങനെയല്ല ടീച്ചർ അല്ലെ. നല്ല ടീച്ചർ ആയിരുന്നല്ലേ ഞാൻ. നല്ല ഇന്ററാക്റ്റീവ് ഒക്കെ ആയിട്ടാണ് പറയുന്നത്. ഇവിടെ വന്നിട്ട് ജസ്റ്റ് കാര്യം പറഞ്ഞു പോവാണ്. പക്ഷെ അത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ഓരോ ക്ലാസ്സിനും അതിൻ്റെതായ ഒരു രീതിയിലാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. ഞങ്ങൾക്ക് പി ജിയിൽ എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നുള്ള ഇൻസ്ട്രക്ഷനും കാര്യങ്ങളുണ്ട്. അപ്പൊ അതനുസരിച്ചാണ് ഞങ്ങൾ ക്ലാസ് എടുക്കുന്നത്. അപ്പൊ ഓരോ ക്ലാസ്സും നമ്മൾ ആ ഒരു കാര്യങ്ങളും ഒരു സിസ്റ്റം ഓഫ് ആക്ഷൻസ് അതെല്ലാം കാര്യങ്ങളും മാനേജ് ചെയ്ത് ആക്ടിവിറ്റീസും കാര്യങ്ങളും മാനേജ് ചെയ്ത് ത്രൂ ഇന്ററാക്ഷനിലൂടെയാണ് നിങ്ങൾക്ക് ഡിപ്ലോമ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ക്ലാസ് റൂം മാനേജ്മെന്റ്. എന്നെല്ലാം കാര്യങ്ങൾ ടൈം ടു ടൈം കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ടൈം എക്സാം, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, മോക്ക് ടെസ്റ്റ് കാര്യങ്ങൾ എത്തുന്നുണ്ടോ, അതേപോലെ കറക്റ്റ് ടൈമിൽ എക്സാംസ്, പ്രാക്ടിക്കൽ ക്ലാസ്, ഓരോ മെറ്റീരിയൽസിന്റെയും ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ എഫക്റ്റീവ് ആയിട്ട് എത്തുന്നുണ്ടോ, അതൊക്കെ നമ്മളുടെ ഒരു ക്ലാസ് റൂം മാനേജ്മെന്റ് പ്രോപ്പർ ആയിട്ട് പോകുന്നതിന്റെ ഭാഗമായിട്ടാണ്. This definition of classroom management is very comprehensive, which include the major components of teaching in the classroom. ഇതില് കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ട് കോംപ്രിഹെൻസീവ് ആയിട്ടാണ് പറയുന്നത് ക്ലാസ് റൂമിൽ എന്താണ് പഠിപ്പിക്കുന്നത്. ടീച്ചിങ് ഇൻ ദ ക്ലാസ് റൂം. ടീച്ചർ ആൻഡ് സ്റ്റുഡൻസ് ആർ ദ ബേസിക് കമ്പോണന്റ് ഫോർ മാനേജിങ് ക്ലാസ് റൂം ആക്ടിവിറ്റി. ഒരു ക്ലാസ് റൂം ആക്ടിവിറ്റി മാനേജ് ചെയ്യാനായിട്ട് ബേസിക് ആയിട്ടുള്ള കമ്പോണൻസ് ആരാണ്? ഞാനും നിങ്ങളാണ്. ടീച്ചേഴ്സും സ്റ്റുഡൻസ് ആണ്. ഞാൻ ആരെയാണ് മാനേജ് ചെയ്യുന്നത്? നിങ്ങൾ ഓരോരുത്തരെയാണ് മാനേജ് ചെയ്യുന്നത്. The mode of the relationship between them depends on several factors. നമ്മൾ തമ്മിലുള്ള ആ ഒരു മോഡ് ഓഫ് റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ ഒരുപാട് ഫാക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഇനി നമ്മൾ ആലോചിക്കുമ്പോൾ നിങ്ങളുടെ ഒരു ലൈവ് ക്ലാസ്സിലെ ടീച്ചറിന്റെ കാര്യം ആലോചിക്കും. 10ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിപ്പിച്ച ടീച്ചറിന്റെ കാര്യം മനസ്സിലേക്ക് വരാം. ടീച്ചേഴ്സ് വെർബൽ അല്ലെങ്കിൽ ഓറൽ ആയിട്ട് മാത്രമാണ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? ആണോ? നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ കണ്ടിട്ടുണ്ടോ? ജസ്റ്റേഴ്സും കാര്യങ്ങളും. ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണെങ്കിൽ പോലും ഞാനിവിടെ എന്റെ കൈ ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. ചിലപ്പോ കാണാൻ പറ്റും, ചിലപ്പോ കാണാൻ പറ്റണമെന്നില്ല. എന്റെ ബോഡി ലാംഗ്വേജ്, സംസാരിക്കുന്ന രീതി, ഓരോ കാര്യങ്ങൾ ഡെലിവർ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി കയ്യിലത്തെ എക്സ്പ്രഷനും കാര്യങ്ങളും വരുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. കാരണം എന്താണ്? നമുക്ക് ഇത്രയും ഭാഗം മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പൊ എന്താണ്, സാധാരണ ഒരു എന്താ പറയാ, ലൈവ് ക്ലാസ്സിലാണെങ്കിൽ നമുക്ക് ഈ ഒരു ബോഡി ലാംഗ്വേജും നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ എന്താ പറയാ, ഒരു ടീച്ചറിനെ സംബന്ധിച്ച് വെർബൽ ഇന്ററാക്ഷൻ പോലെ തന്നെ നോൺ വെർബൽ ഇന്ററാക്ഷനും വളരെ ഇമ്പോർട്ടന്റ് ആണ്, അല്ലെ? ടീച്ചർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് എങ്ങനെയാ വരുന്നത്? ടീച്ചറിന്റെ ഒരു ബോഡി ലാംഗ്വേജ് എങ്ങനെയാണ്? നല്ല സാരി കൊടുത്ത് അത്യാവശ്യം നല്ല സ്മാർട്ട് ഒക്കെ ആയിട്ട് വരുന്ന ഒരാളല്ലേ മൈൻഡിലേക്ക് വരുന്നത്? നിങ്ങളും ടീച്ചർ ആവണമെന്ന് പറയുമ്പോൾ അങ്ങനെയല്ലേ മനസ്സിലേക്ക് വരുന്നത്? അല്ല അല്ല അങ്ങനെയാണോ? നമ്മുടെ മനസ്സിലൊരു ടീച്ചർ ഉണ്ടാവും. ചിലപ്പോൾ നമ്മളെ പഠിപ്പിച്ച ഏതെങ്കിലും ഒരു ടീച്ചർ ആയിരിക്കും അല്ലെ നമ്മുടെ മനസ്സിൽ അങ്ങനെ നിൽക്കുന്നത്. ആ ടീച്ചറിനെ പോലെ ആവണം എന്നുള്ള ഒരു ഇഷ്ടത്തോട് കൂടിയായിരിക്കും നമ്മൾ ഈ ഒരു കോഴ്സും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്തിരിക്കുന്നത്. The actions of the teacher means non-verbal behavior or use of body language which create emotional climate of the classroom. നമ്മുടെ ഈ ഒരു നോൺ വെർബൽ ബിഹേവിയറും നമ്മുടെ ബോഡി ലാംഗ്വേജും കാര്യങ്ങളൊക്കെ നമ്മുടെ ക്ലാസ് റൂമിന്റെ ആ ഒരു ഇമോഷണൽ ക്ലൈമറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദ ആക്ടിവിറ്റീസ് ഓഫ് ദ ടീച്ചേഴ്സ് മീൻസ് വെർബൽ ഇന്ററാക്ഷൻ ഓർ വെർബൽ കമ്മ്യൂണിക്കേഷൻ. നമ്മൾ ഓറൽ ആയിട്ട് പറയുന്ന ഇന്ററാക്ഷൻ കാര്യങ്ങൾ, വെർബൽ കമ്മ്യൂണിക്കേഷൻ, ടീച്ചർ പറയുന്ന ആ ഒരു കാര്യത്തെ കുറിച്ചുള്ള വ്യക്തത, സ്കിൽസ്, പ്രൊഫഷൻസി കാര്യങ്ങളൊക്കെ നമ്മുടെ ക്ലാസ് റൂം മാനേജ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ദ ഫോക്കസ് ഓഫ് ദ ക്ലാസ് റൂം മാനേജ്മെന്റ് ഈസ് ടു ഫെസിലിറ്റേറ്റ് സ്റ്റുഡൻസ് ലേണിംഗ്. നമ്മളിതിൽ ഫോക്കസ് ചെയ്യുന്നത് എന്ത് മാത്രമാണ്? കുട്ടികൾ കാര്യങ്ങൾ പഠിക്കുന്നുണ്ടോ എന്ന് മാത്രമാണ് ക്ലാസ് റൂം മാനേജ്മെന്റിന് മെയിൻ ആയിട്ടുള്ള ഫോക്കസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ ഇതൊന്ന് വായിച്ചു നോക്കാൻ പറ്റുമോ? ഇൻട്രൊഡക്ഷൻ ടു ക്ലാസ് റൂം മാനേജ്മെന്റ്, അപ്രോച്ച് ടു ക്ലാസ് റൂം മാനേജ്മെന്റ് വരെ ഒന്ന് വായിക്കാവോ?
റീഡ് ചെയ്തതിനു ശേഷം പറയണം കേട്ടോ. വേർഡ് ബൈ വേർഡ്, സെന്റൻസ് ബൈ സെന്റൻസ് നോക്കണ്ട, കണ്ടന്റ് മനസ്സിലാകുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. ഞാൻ പറഞ്ഞ കണ്ടന്റും കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ടോ എന്ന് നോക്കാം. അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഓക്കെ ആണോ? എടുക്കാൻ ടൈം ഇല്ലാത്തതുകൊണ്ടാണ്, സെക്ഷൻ തീർക്കാനുള്ള ഡേറ്റ് ആയിട്ടുണ്ട്, അതുകൊണ്ടാണ്. ദ അപ്രോച്ച് ടു ക്ലാസ് റൂം മാനേജ്മെന്റ് ആണ്. നമുക്ക് 4 അപ്രോച്ചുകളാണ് പഠിക്കാനുള്ളത്. ഹെർബർട്ടൈൻ അപ്രോച്ച്, ഹെർബർട്ട് ആണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇവാലുവേഷൻ അപ്രോച്ച് BS ബ്ലോംസ് ആണ് ഡെറൈവ് ചെയ്തത്. മാനേജിങ് ആൻഡ് ടീച്ചിങ് ലേണിംഗ് IK ഡേവിസ്. ആ ഒരു പേരുകളും കാര്യങ്ങളൊക്കെ നോക്കി വെക്കാം. ആൻഡ് ഓർഗനൈസിങ് ടീച്ചിങ് മെമ്മറി അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റിഫ്ലക്റ്റീവ് ലെവൽസ് ആണ്. ലെവൽസ് എന്നാക്കാട്ടത്, അണ്ടർസ്റ്റാൻഡിങ് റിഫ്ലക്റ്റീവ് ലെവൽസ്. ഓക്കെ, ഇപ്പൊ ഓരോന്നായിട്ട് നമുക്ക് നോക്കാട്ടോ. നോക്കാവേ. ഹെർബർട്ടൈൻ അപ്രോച്ച് നമ്മൾ പറഞ്ഞ പോലെ ഹെർബർട്ട് ആണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇതാണ് ഏറ്റവും ഒരു ക്ലാസിക്കൽ അപ്രോച്ച്, ഏറ്റവും വെരി ഓൾഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആണ് ക്ലാസ് റൂം മാനേജ്മെന്റിനെ കുറിച്ചിട്ടുള്ള ഏറ്റവും ഓൾഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആണ്. 5 സ്റ്റെപ്സ് ആണ് ഒരു ക്ലാസ് റൂം മാനേജ്മെന്റിലുള്ളത്. പ്രിപ്പറേഷൻ, പ്രസന്റേഷൻ, കമ്പാരിസൺ, ഒബ്സ്ട്രക്ഷൻ ആൻഡ് ജനറലൈസേഷൻ. ഓക്കെ, ഇതൊക്കെയാണ് പ്രിപ്പറേഷൻ, പ്രസന്റേഷൻ, കമ്പാരിസൺ, ഒബ്സ്ട്രക്ഷൻ ആൻഡ് ജനറലൈസേഷൻ. ഓക്കെ, എന്ന് വെച്ചാല് ഒരു ക്ലാസ് റൂം മാനേജ്മെന്റിലേക്ക് വരുമ്പോൾ നമ്മള് കാര്യം എന്താണ് ഡെലിവറി ചെയ്യാൻ പോകുന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളും വേണം. അതെങ്ങനെ പ്രസന്റ് ചെയ്യണം, അതെങ്ങനെ കമ്പയർ ചെയ്യണം, നമ്മൾ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാകുന്നുണ്ടോ, ഇനി അത് ജനറലൈസ് ചെയ്ത് പറഞ്ഞു കൊടുക്കുക. ഇതെല്ലാമാണ് ഹെർബർട്ടൈൻ അപ്രോച്ച് പറയുന്നത്. ഇറ്റ് ഈസ് എ വെരി ഓൾഡ് ആൻഡ് ക്ലാസിക്കൽ അപ്രോച്ച്. ഇറ്റ് ഹാവ് 5 സ്റ്റെപ്സ്: preparation, presentation, comparison, obstruction and generalization. It is the content centered approach. ഒരു കണ്ടന്റ് ആണ്, നമ്മൾ ആ ഒരു ക്ലാസ്സിലേക്ക് എന്ത് കാര്യമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ എന്ത് ടോപ്പിക് ആണ് ഡെലിവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് എ കണ്ടന്റ് സെന്റേർഡ് അപ്രോച്ച് ആണ്. അത് നോട്ട് ചെയ്യാം. ചില കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ തന്നെ നോട്ട് ചെയ്ത് പോകട്ടോ. ഈ ഓരോരുത്തരുടെ പേരും കാര്യങ്ങളും, ഈ 3 വ്യക്തികളുടെയും പേരും കാര്യങ്ങളും നോട്ട് ചെയ്യണം. ആ 5 സ്റ്റെപ്സ് അത് നോട്ട് ചെയ്യാം. പിന്നെ കണ്ടന്റ് സെന്റർ അപ്രോച്ച്, ഹെർബർട്ടൈൻ അപ്രോച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കണ്ടന്റ് സെന്റർ അപ്രോച്ച് ആണ്. ഇത് എംപ്ലോയ് ദ ടീച്ചർ ടു കൺട്രോൾ ഇൻസ്ട്രക്ഷൻസ്. ഇവിടെ ടീച്ചേഴ്സ് ആണ് അവർ ഇൻസ്ട്രക്ഷൻ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാനുള്ള ഒരു റൈറ്റ്സ് ഉള്ളത്. ഓൾ ദ ക്ലാസ് റൂം ആക്ടിവിറ്റീസ് ആർ മാനേജ്ഡ് ആൻഡ് കൺട്രോൾഡ് ബൈ ടീച്ചർ ആൻഡ് സ്റ്റുഡന്റ് ആർ ദ അപ്പത്തന്റിക് ലിസണേഴ്സ്. നമ്മളിവിടെ എല്ലാ കാര്യങ്ങളും ആരാണ് കൺട്രോൾ ചെയ്യുന്നത്? ടീച്ചേഴ്സ് ആണ്. ഫുൾ കാര്യങ്ങൾ എൻറ്റയർ ആക്ടിവിറ്റീസും എന്ത് ചെയ്യുന്നത്? കൺട്രോൾ ചെയ്യുന്നത്. സ്റ്റുഡൻസിന് ആകെയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് ലിസണേഴ്സ് മാത്രമാണ്. ടീച്ചേഴ്സ് എന്താണ് പറയുന്നത് അത് ലിസൺ ചെയ്യുക എന്ന് മാത്രമാണ് ആർക്കുള്ള അധികാരം സ്റ്റുഡൻസിനുള്ളത്. ഈ ട്രസ്റ്റ് ഓൺ മെമ്മറൈസേഷൻ ഓഫ് ദ കണ്ടന്റ്. ഇത് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് നിങ്ങൾ ആ ടോപ്പിക് മെമ്മറൈസ് ചെയ്യുന്നുണ്ടോ എന്നതിന് ആണ്. ഇറ്റ് ഈസ് നോൺ ആസ് തോട്ട്ലെസ് ടീച്ചിങ്. ചിന്തിക്കാൻ പാടില്ല, ഞാൻ പറയുന്നത് മാത്രം കേൾക്കാനേ പാടുള്ളൂ എന്ന് പറയുന്ന രീതിയാണ് ഹെർബർട്ടൈൻ അപ്രോച്ച് എന്ന് പറയുന്നത്.
നമ്മൾ എന്തുകൊണ്ട് അത് സംഭവിച്ചു എന്ന് നമ്മൾക്ക് അതിൽ ചോദിക്കാനായിട്ട് പറ്റില്ല. കാരണം ജസ്റ്റ് എന്താണോ കണ്ടന്റ് ആ കാര്യം മാത്രം പഠിക്കാം. നമ്മൾ CBSE സ്കൂളിലെ കുട്ടികളുണ്ടല്ലോ, CBSE സ്കൂളിലെ കുട്ടികളോട് നമ്മൾ എങ്ങനെയാണ് മഴ പെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ അത് പറഞ്ഞു തരാൻ പറ്റണമെന്നുണ്ടാവില്ല. പക്ഷെ അവരോട് ജസ്റ്റ് ആ ഒരു ക്വസ്റ്റ്യൻ, അവരുടെ ടെസ്റ്റിലുള്ള ആ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് മഴ സംഭവിക്കുന്നതെന്ന് ക്വസ്റ്റ്യന്റെ രീതി ചോദിച്ചാൽ ചിലപ്പോൾ അവർ ബൈഹാർട്ട് ചെയ്ത് ഫുൾ സ്ട്രക്ചറിൽ ആ ഒരു കാര്യം പറഞ്ഞു തരും അല്ലെ. ജസ്റ്റ് ആ ഒരു കണ്ടന്റ് മാത്രം മെമ്മറൈസ് ചെയ്യുക, ബൈഹാർട്ട് പഠിപ്പിക്കുക. അതാണ് ഈ ഒരു അപ്രോച്ച് എന്ത് ചെയ്യുന്നത്, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കണ്ടന്റ് സെന്റേർഡ് അപ്രോച്ച്. ക്ലിയർ ആണോ ഇത്? ഓക്കെ അല്ലെ? ജസ്റ്റ് ആ ഒരു കണ്ടന്റ് ഓർമ്മയുണ്ടോ എന്ന് ചെക്ക് ചെയ്യല് മാത്രമാണ്. നെക്സ്റ്റ് ആണ് ഇവാലുവേഷൻ അപ്രോച്ച് ആണ്. നെക്സ്റ്റ് അപ്രോച്ച് ആണ് ഇത് ഇവാലുവേഷൻ അപ്രോച്ച് ആണ്. BS Bloms has developed this access to classroom teaching. ഈ ഒരു മെത്തേഡ് ക്ലാസ് റൂം ടീച്ചിങ്ങിന് വേണ്ടിയിട്ടാണ് അസസ് ചെയ്തിരിക്കുന്നത്. It is considered that teaching is 3 steps. മെയിൻ ആയിട്ട് ടീച്ചിങ്ങിന് 3 സ്റ്റെപ്സ് ഉണ്ടെന്നാണ് ഈ ഒരു ഇവാലുവേഷൻ അപ്രോച്ചിൽ പറയുന്നത്. എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ്, ലേണിംഗ് എക്സ്പീരിയൻസ്, ചേഞ്ചസ് ഇൻ ബിഹേവിയർ. ക്ലാസ് റൂം മാനേജ്മെന്റ് ഈസ് റിയലൈസ് ദ എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ്. എന്താണ് നമ്മുടെ എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ്? നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ എന്താണ് നേടിയെടുക്കാൻ ഉദ്ദേശിക്കുന്നത്? The purpose of classroom management activity is to provide learning experience for the students, and objectives are measured with the help of changes of the behavior. Just ഞാൻ ഒരു കാര്യം ചോദിക്കുകയാണ്, ഈ ഒരു വാലുവേഷൻ മെത്തേഡിന്റെ ഭാഗമായിട്ട് ഞാൻ കാര്യം ചോദിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും ഈ ഒരു മെത്തേഡിലേക്ക് അല്ലെങ്കിൽ മോണ്ടിസോറി കോഴ്സ് ചെയ്യുന്നത് വരെയുള്ള ക്യാരക്ടർ, ചെയ്യുന്നതിന് മുമ്പുള്ള ക്യാരക്ടർ ആണോ ഇപ്പൊ നിങ്ങളുടെ ക്യാരക്ടർ? എന്തെങ്കിലും മാറ്റം നിങ്ങളുടെ ക്യാരക്ടർ സംഭവിച്ചതായിട്ട് തോന്നുന്നുണ്ടോ? നല്ലോണം മാറി മാം. നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇതാണ് ഇവാലുവേഷൻ അപ്രോച്ച് എന്ന് പറയുന്നത്. എഡ്യൂക്കേഷന്റെ ശരിക്കുമുള്ള ലക്ഷ്യങ്ങൾ. 1 മിനിറ്റ്. നമ്മൾ പറഞ്ഞത് എഡ്യൂക്കേഷന്റെ എന്താണ് മെയിൻ ആയിട്ടുള്ള ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് നമുക്കത് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓരോ വ്യക്തിയുടെയും സ്വഭാവത്തിൽ നമുക്കത് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. ചേഞ്ചസ് ഇൻ ദ ബിഹേവിയർ. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഭയങ്കര കുറുമ്പിയായിരുന്നു. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നേടിയെടുക്കണം എന്നൊക്കെയുള്ള വാശിക്കാരത്തിയായിരുന്നു ഞാൻ മുമ്പ്. പക്ഷെ ഈ ഒരു മെത്തേഡിന്റെ ഒരു ഇതുകൊണ്ടാണോ എന്ന് അറിയില്ല, ഞാനിപ്പോ ഭയങ്കരമായിട്ട് കാമായിട്ട് സംസാരിക്കുന്നല്ലേ. ഞാൻ എന്താ പറയാ, കുറച്ച് സംസാരിക്കുമ്പോ കുറച്ച് കാമാ, ഇങ്ങനെയല്ലായിരുന്നു കേട്ടോ. സ്ട്രിക്റ്റ് ഇതിനേക്കാളും ഭയങ്കര എന്താ പറയാ ഭയങ്കര ഹാർഡായിരുന്നു. ഇപ്പൊ ഞാൻ ഭയങ്കര കൂളായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പൊ നമ്മളുടെ ക്യാരക്ടറിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ ഈ ഒരു മെത്തേഡ് കൊണ്ട്? നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്ത് നോക്കി. കുട്ടികളോടുള്ള അപ്രോച്ച് ആണെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ ഹസ്ബൻഡിനോട് സംസാരിക്കുന്ന കാര്യത്തിലായാലും നമ്മുടെ പാരന്റ്സിനോട് സംസാരിക്കുന്ന എന്തെങ്കിലും കാര്യത്തിൽ നമുക്ക് മാറ്റം വന്നിട്ടുണ്ട് ഈ ഒരു മെത്തേഡ് കൊണ്ട് എന്ന് നിങ്ങൾ ഒബ്സർവ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വന്നിരിക്കുന്ന ട്രാക്ക് കറക്റ്റ് ആണ്. കാരണം നിങ്ങളുടെ ആ ഒരു എഡ്യൂക്കേഷനിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ബിഹേവിയറിൽ മാറ്റം വരുത്താനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്താണ്, നിങ്ങൾ ആ ഒരു റൈറ്റ് പാത്തിലൂടെയാണ് കടന്നു പോകുന്നത്. മാറാൻ പറ്റി എന്നാ പറയുന്നത്. നിങ്ങൾ കറക്റ്റ് പാത്താണ്. The classroom management is realize the educational objective. The purpose of classroom management activity is to provide learning experience for the students, and objectives are measured with the help of the changes in behavior. നിങ്ങൾക്ക് മാറ്റം വന്നോ എന്നുള്ളത് മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങളിലൂടെയാണ്. The classroom management is objective centered. ഈ ക്ലാസ് റൂം മാനേജ്മെന്റ് എന്തിനെ ആണ് മെയിൻ ആയിട്ട് കൊടുക്കുന്നത്? ഒബ്ജക്ട് സെന്റേർഡ് അപ്രോച്ച് ആണ്. നമ്മൾ ആ ലക്ഷ്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്. കുട്ടികളിൽ പേഷ്യൻസ് ഡെവലപ്പ് ചെയ്ത് തുടങ്ങിയോ? കുട്ടികളിൽ ഒബീഡിയൻസ് വന്നോ? കുട്ടികള് പേഷ്യൻസ്, ഒബീഡിയൻസ്, അതേപോലെ അങ്ങനെ ഓരോ ക്യാരക്ടറും ഡെവലപ്പ് ചെയ്തോ എന്നുള്ളതാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അതാണ് ഇവാലുവേഷൻ അപ്രോച്ച്. ഇസ് ആൻ ഒബ്ജക്ട് സെന്റേർഡ് അപ്രോച്ച് ആണ്. ദ ക്ലാസ് റൂം ആക്ടിവിറ്റി ആർ മാനേജ്ഡ് ഫോർ റിയലൈസിംഗ് ദ ഒബ്ജക്റ്റീവ്സ്. നമ്മൾ ഓരോ ആക്ടിവിറ്റീസും കാര്യങ്ങളും ചെയ്യുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമ്മളുടെ ഒരു ഒബ്ജക്റ്റീവ്, നമ്മുടെ സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങളും കാര്യങ്ങളും
മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. എഡ്യൂക്കേഷൻ ഒബ്ജക്റ്റീവ്സ് ആണ് ലേണിംഗ് എക്സ്പീരിയൻസിലൂടെ നമ്മളുടെ ഓരോ വ്യക്തിയുടെയും ഓരോ കുട്ടികളുടെയും ചേഞ്ചസ് ഇൻ ബിഹേവിയർ, നമ്മുടെ ക്യാരക്ടറിൽ വരുന്ന മാറ്റമാണ്. നമ്മൾ തന്നെ പറയുമല്ലേ, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ കുറച്ചുകൂടി എന്താണ് മെച്ചുവേർഡ് ആയിട്ടായിരിക്കും പെരുമാറുന്നത്. കേട്ടിട്ടുണ്ടത്? നമ്മൾ പറയില്ലേ, വിദ്യാഭ്യാസം ഉള്ളവരാണെങ്കിൽ അങ്ങനെ പെരുമാറില്ല, അങ്ങനെ നമ്മൾ പറയാറുണ്ട്. എന്നിട്ട് നമ്മൾ ഇങ്ങനെയും പറയാറുണ്ട്, ഇത്രയും വിദ്യാഭ്യാസം ഒക്കെ ഉണ്ടായിട്ട് എന്താ പെരുമാറുന്നുണ്ടോ? കാരണം എന്താണ്, നമുക്ക് എഡ്യൂക്കേഷൻ ഒരു വ്യക്തിയിൽ നിന്ന് സമൂഹം പ്രതീക്ഷിക്കുന്ന കുറച്ച് ക്വാളിറ്റി ഉണ്ട്. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയിൽ നിന്ന് സമൂഹം പ്രതീക്ഷിക്കുന്ന കുറച്ച് ക്വാളിറ്റീസും കാര്യങ്ങളുണ്ട്. അത് ഡെവലപ്പ് ചെയ്യാൻ പറ്റണം. നമ്മളൊരു എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് നമ്മൾക്ക് ആ ഒരു ക്വാളിറ്റീസും കാര്യങ്ങളും ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റണം. നിങ്ങൾ ഈ ഒരു മെത്തേഡിൽ നിന്ന് നിങ്ങൾക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ വരുന്ന മാർക്കും കാര്യങ്ങളൊക്കെ അതിന്റെ പാർട്ടാണ്, എഡ്യൂക്കേഷന്റെ ഭാഗമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാരക്ടർ അല്ലെങ്കിൽ നിങ്ങളുടെ ബിഹേവിയറിൽ വന്ന മാറ്റം അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു നിങ്ങൾക്ക് അക്യൂർ ചെയ്യാൻ പറ്റിയ ക്വാളിറ്റീസും കാര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ബാക്കിയെല്ലാം പിന്നീടുള്ള കാര്യങ്ങളാണ്. ഓക്കെ. Managing teaching learning. Okay. I.K. Davis has given management assess to teaching learning. നമ്മൾ ഈ ടീച്ചിങ് ലേണിംഗിന്റെ കാര്യത്തിൽ മാനേജ്മെന്റ് അസസ് കൊണ്ടുവന്നത് ആരാണ്? I.K. ഡേവിസ് ആണ്. A teacher has to play the role of manager and he has to manage the classroom activity. നമ്മൾ ക്ലാസ് റൂമിലേക്ക് വരുമ്പോൾ നമ്മളുടെ റോൾ എന്താണ്? ആ ക്ലാസ് റൂമിന്റെ മാനേജർ ആണ്. ഞാൻ ഒരു ഡിപ്ലോമ ക്ലാസ്സിലേക്ക് ടെന്നിലേക്ക് വരാണെങ്കിൽ എന്റെ റോൾ എന്താണ്? അവിടുത്തെ ഫുൾ മാനേജർമാരാണ്, ഞാനാണ്. അവിടെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടോ, ആക്ടിവിറ്റീസും കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്യുന്ന ആരാണ്? ഞാനാണ്. ദിസ് അസസ് ഈസ് ബേസ്ഡ് ഓൺ മോഡേൺ തിയറി ഓഫ് ഹ്യൂമൻ ഓർഗനൈസേഷൻ ആൻഡ് റിലേഷൻഷിപ്പ്. ഈ ഒരു എന്താ പറയുക, ഈ ഒരു തിയറി അസസ് ചെയ്യുന്നത് ഹ്യൂമൻ ഓർഗനൈസേഷൻ ആൻഡ് റിലേഷൻഷിപ്പ് ആണ്. തിയറി ഓഫ് ഹ്യൂമൻ ഓർഗനൈസേഷൻ ആൻഡ് ഓരോ വ്യക്തിയുടെയും പരസ്പരം ഉള്ള ആ ഒരു തിയറീസിന്റെയും ആ ഒരു റിലേഷൻഷിപ്പിന്റെയും ബേസിലാണ് നമ്മൾ ഈ ഒരു തിയറി ഡെവലപ്പ് ചെയ്തത്. ഡേവിസ് ഹാസ് ഗീവ് 4 steps ഫോർ മാനേജ്മെന്റ് ടീച്ചിങ്. മാനേജ്മെന്റ് ടീച്ചിങ്ങിന് 4 steps ആണ് ആര് പറയുന്നത്? ഡേവിസ് പറയുന്നത്. പ്ലാനിങ് ആണ് ഫസ്റ്റ്. നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, നടപ്പിലാക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ചിട്ട് വ്യക്തമായ ഒരു ധാരണ വേണം. അതിന് വേണ്ട റിസോഴ്സും കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യാം. പിന്നെ നമ്മളുടെ ഫോളോവേഴ്സിന്, നമ്മുടെ സ്റ്റുഡൻസിനെ ലീഡ് ചെയ്യാം. അവര് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അവരെ നമ്മൾ എന്ത് ചെയ്യുക? കൺട്രോൾ ചെയ്യാം. ദ അറേഞ്ച്മെന്റ് ആൻഡ് ലീഡിംഗ് സ്റ്റെപ്സ് ആർ റിലേറ്റഡ് ടു ക്ലാസ് റൂം മാനേജ്മെന്റ്. ഈ അറേഞ്ച്മെന്റ്സ്, ഈ കാര്യങ്ങളും ലീഡിംഗ് സ്റ്റെപ്സ് ഒക്കെയാണ് ക്ലാസ് റൂം മാനേജ്മെന്റിനെ റിലേറ്റ് ചെയ്യുന്നത്. ദ കൺട്രോളിംഗ് സ്റ്റെപ്പ് പ്രൊവൈഡ് ദ ഫീഡ്ബാക്ക് ടു ദ ക്ലാസ് റൂം മാനേജ്മെന്റ്. ക്ലാസ് റൂം മാനേജ്മെന്റിന്റെ കൺട്രോളിംഗ് സ്റ്റെപ്പിലൂടെയാണ് ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുന്നത്. ഞാനിപ്പോ നിങ്ങളോട് ചോദിക്കാൻ ലാസ്റ്റ് ക്ലാസ്സിലേ ചോദിക്കുള്ളൂ, എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ ക്ലാസ് ഒക്കെ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയും, ആ മിസ്സേ കുറച്ച് സ്പീഡൊക്കെ ആയിരുന്നു, PG ഭയങ്കര ടഫായിരുന്നു മിസ്സേ, മനസ്സിലായില്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ ജസ്റ്റ് ആ ഒരു ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യുക എന്നതാണ് ഈ കൺട്രോളിങ്ങിന്റെ ഒരു അവസാനത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. പറയാൻ പറ്റില്ല കേട്ടോ, കാരണം ഞാൻ ഇത്തിരി ഫാസ്റ്റ് ആയിട്ടാണ് PG ക്ലാസ് എടുക്കുന്നതെന്ന് എനിക്ക് തന്നെ അറിയാം. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്ക്. അപ്പോ ഈ കൺട്രോളിംഗ് സ്റ്റെപ്സിലൂടെ നമ്മൾ കുട്ടികളിൽ നിന്ന് ഫീഡ്ബാക്കും കാര്യങ്ങളും എടുക്കും. അത് അടുത്ത പ്രാവശ്യം അടുത്ത ഒരു ബാച്ച് വരുമ്പോൾ നമ്മൾ ആ ഒരു പോരായ്മയും കാര്യങ്ങളൊക്കെ മാറ്റി നല്ല രീതിയിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ ഈ ഒരു മാനേജ്മെന്റ് കാര്യങ്ങൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും. അക്കോർഡിംഗ് ടു ഡേവിസ്, 5 learning structures are generated through classroom management from primary to higher stages. നമ്മൾ 5 ലേണിംഗ് സ്ട്രക്ചേഴ്സ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. പ്രൈമറി ടു ഹയർ സ്റ്റേജസ് വരെ 5 സ്റ്റേജസ് നമ്മൾ എന്ത് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്തിട്ട് പ്രൈമറി, ലോവർ, അങ്ങനെ ഓരോന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദർ ഈസ് എ കണ്ടിന്യൂസ് ആൻഡ് ഗ്രേറ്റ് വേരിയേഷൻ ഇൻ ക്ലാസ് റൂം മാനേജ്മെന്റ്. നമ്മുടെ ക്ലാസ് റൂം മാനേജ്മെന്റിൽ ഓരോ സ്റ്റേജസിലൂടെയും കുട്ടികൾ കടന്നു പോകുമ്പോൾ അവർക്ക് ഒരുപാട് മാറ്റങ്ങളും കാര്യങ്ങളും വരുന്നുണ്ട്. നമ്മളൊരു KG സെഷനിലുള്ള കുട്ടികളോട് ട്രീറ്റ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല എന്താ പറയാ ലോവർ, ഇപ്പൊ എന്താ പറയാ നമ്മളുടെ അപ്പർ, UP അല്ലെങ്കിൽ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, അങ്ങനെ ഓരോ സെഷനിലെയും കുട്ടികളെയും ഡീൽ ചെയ്യുന്ന രീതിയും അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ആക്ടിവിറ്റീസും കാര്യങ്ങളിലും എന്തുണ്ടാവും? വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ക്ലാസ് റൂം മാനേജ്മെന്റ് പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യുക, ഇംപ്ലിമെന്റ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് പ്ലാനിങ്, ഓർഗനൈസിങ്, ലീഡിങ് ആൻഡ് കൺട്രോളിങ് എന്ന് പറയുന്നത്. നമ്മൾ എന്ത് പോർഷനാണ് അവിടെ എടുക്കാൻ പോകുന്നത്, അതെങ്ങനെ ഓർഗനൈസ് ചെയ്യണം, അതിന് വേണ്ട മെറ്റീരിയൽസും കാര്യങ്ങളും അറേഞ്ച് ചെയ്യുക, ലീഡ് ചെയ്യുക, അതെങ്ങനെ ചെയ്യണം എന്നുള്ളത് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക.
ദെൻ അവർക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റുകയാണെങ്കിൽ മാത്രം നമ്മൾ അവരെ ഇന്റർഫിയർ ചെയ്യാണ് വേണ്ടത്. ഇനി ഓർഗനൈസിംഗ് ടീച്ചിങ് ആണ്. ദിസ് പാത്ത് അസ്യൂംസ് ദാറ്റ് ടീച്ചിങ് ഈസ് കണ്ടിന്യൂസ് ഫ്രം മോർ തോട്ട്ലെസ് ടു മോസ്റ്റ് thoughtful, that is memory to complicative level, that is നമുക്ക് മൂന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ടീച്ചിങ്ങിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. മെമ്മറി ലെവൽ, അണ്ടർസ്റ്റാൻഡിങ് ലെവൽ, റിഫ്ലക്റ്റീവ് ലെവൽ. നമ്മളത് ഓർത്ത് വെക്കുന്നു, അതെങ്ങനെ മനസ്സിലാക്കുന്നു, അതെങ്ങനെ ആ ഒരു നമ്മൾ പഠിച്ച കാര്യം നമ്മൾ എങ്ങനെ അത് റിഫ്ലക്ട് ചെയ്യുന്നു നമ്മുടെ ഡെയിലി ലൈഫിൽ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അതെങ്ങനെ റിഫ്ലക്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഈ ഓർഗനൈസിംഗ് ലെവലിൽ വരുന്നത്. At memory level, classroom management is controlled and dominated by teacher. ആ മെമ്മറി ലെവലിൽ ക്ലാസ് റൂം മാനേജ്മെന്റ് ആരാണ് കൺട്രോളും ഡോമിനേറ്റ് ചെയ്യുന്ന ടീച്ചർ ആയിരിക്കും. Then at understanding level, classroom management is controlled by, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ടീച്ചറും സ്റ്റുഡൻസും ഒരുമിച്ച് മനസ്സിലാക്കണം. ഞാൻ ടോപ്പിക് പറയുകയാണെങ്കിൽ അത് ഞാൻ പറയുന്ന രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കുകയാണെങ്കിലായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാം. അറ്റ് റിഫ്ലക്റ്റീവ് ലെവലിൽ ലേണേഴ്സ് ഡോമിനേറ്റ് ആണ്. ലേണേഴ്സ് മനസ്സിലായ കാര്യങ്ങൾ അവരത് എന്ത് ചെയ്യുന്നു, ഇവാലുവേറ്റ് ചെയ്യുന്ന സ്റ്റേജ് ആണ്. മാനേജിങ് ക്ലാസ് റൂം ആക്ടിവിറ്റി ഈസ് എ പ്രോബ്ലം സോൾവിംഗ് സ്റ്റേജ് ഓഫ് ദ ടീച്ചിങ്. ഇതാണ് പ്രോബ്ലം സോൾവിംഗ് സ്റ്റേജ്. ഞാൻ ആദ്യം തന്നെ നിങ്ങൾക്ക് ഒരു ആക്ടിവിറ്റി ഡെമോൺസ്ട്രേറ്റ്, ഒരു കാര്യം നിങ്ങൾക്ക് കാണിച്ചു തരും. അത് കഴിഞ്ഞ് നിങ്ങളത് മനസ്സിലാക്കുന്ന സമയത്ത് ടീച്ചർ ഞാനും നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും. ഒരു മാത്തമാറ്റിക്കൽ പ്രോബ്ലം ആണെങ്കിൽ ആദ്യം ഞാനത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് തരും, കാണിച്ചു തരും നിങ്ങളെ. അത് കഴിഞ്ഞിട്ട് നിങ്ങളത് മനസ്സിലാക്കി എടുക്കും, നിങ്ങളുടെ നോട്ട്സിലേക്ക് അത് പകർത്തും. ദെൻ നിങ്ങൾ അത് തനിയെ ചെയ്ത് നോക്കും. റിഫ്ലക്റ്റീവ് ലെവലിൽ നിങ്ങൾ സ്വയമേ അത് ചെയ്യാനായിട്ട് ശ്രമിക്കും. മാനേജിംഗ് ക്ലാസ് റൂം ആക്ടിവിറ്റി ഈസ് എ പ്രോബ്ലം സോൾവിംഗ് സ്റ്റേജ് ഓഫ് ടീച്ചിങ്. പ്രോബ്ലം സോൾവിംഗ് സ്റ്റേജ് ആണ് ടീച്ചിങ് തന്നെ, പ്രോബ്ലം സോൾവിംഗ് സ്റ്റേജ് ആണ്. ദ ക്ലാസ് റൂം ആക്ടിവിറ്റീസ് ആർ മാനേജ്ഡ് ഇൻ സെമിനാർ, കോൺഫറൻസ് ഹാൾ എക്സെട്ര. അപ്പൊ ക്ലാസ് റൂം ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് സെമിനാർസും കോൺഫറൻസും കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് പറ്റും. ഒരു ആക്ടിവിറ്റി നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെമിനാർസും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ നല്ല രീതിയിൽ അതൊക്കെ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് കുട്ടിക്ക് ആ ടോപ്പിക് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് ആർക്ക് മനസ്സിലാക്കാൻ പറ്റും, ടീച്ചേഴ്സിന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ദെൻ നമ്മൾ നോക്കുന്നത് മോഡുലാർ അപ്രോച്ച് ഓഫ് ടീച്ചിങ് ആണ്. മോഡുലാർ അപ്രോച്ച് ഓഫ് ടീച്ചിങ്. The teaching models are used in classroom activities. നമ്മൾ മേ ബി ടീച്ചിങ് മോഡൽസും കാര്യങ്ങളൊക്കെ ക്ലാസ് റൂം ആക്ടിവിറ്റീസിന്റെ ഭാഗമായിട്ട് യൂസ് ചെയ്യാറുണ്ട്. There are various families of teaching model. Each family has its own classroom management. A model contains 4 fundamental elements: focus, syntax, social system, support system. അപ്പൊ നമ്മൾ മോഡുലാർ അപ്രോച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മോഡൽ കാണിച്ച് അതിനെ കുറിച്ച് നമ്മൾ പഠനം നടത്തുന്നതാണ് മോഡുലാർ അപ്രോച്ച് എന്ന് പറയുന്നത്. അതിൽ മെയിൻ ആയിട്ട് 4 എലമെന്റ്സ് ആണ് ഉള്ളത്: ഫോക്കസ്, സിന്റാക്സ്, സോഷ്യൽ സിസ്റ്റം, സപ്പോർട്ട് സിസ്റ്റം. The format of classroom management can be studied and induced with the help of these elements. നമുക്കൊരു ക്ലാസ് റൂം മാനേജ്മെന്റിനെ കുറിച്ചിട്ട് മനസ്സിലാക്കണം, അത് ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ താഴെ പറയുന്ന രീതിയിലാണ് നമുക്കത് ചെയ്യാൻ പറ്റുക. Syntax of managing classroom activity contain the structure of learning. ഓരോ കാര്യങ്ങൾ ഇപ്പൊ ഞാൻ ഒരു കുട്ടിക്ക് ഒരു കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്, ജസ്റ്റ് എന്താണ് ആൽഫബറ്റ്സ്. എന്റെ ഒരു അപ്രോച്ച് എന്ന് പറഞ്ഞാൽ എനിക്ക് ആൽഫബറ്റ്സ് കുട്ടികളെ പഠിപ്പിക്കണം എന്നാണ് നമ്മുടെ മെത്തേഡ് എന്ന് ആലോചിക്കട്ടെ. ആൽഫബറ്റ്സ് പഠിപ്പിക്കണം എന്നാണെങ്കിൽ ഞാൻ ആദ്യം അവർ സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ് എന്ത് ചെയ്യും, ഇൻട്രൊഡ്യൂസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യും, ആൽഫബറ്റ് ചാർട്ടോ വോബിൾ ആൽഫബറ്റ്സോ കാര്യങ്ങളോ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതിലൂടെ പിന്നെ നമ്മൾ അവർക്ക് ഓരോ കാര്യങ്ങളും റൈറ്റിംഗ് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. ദ സിന്റാക്സ് ഓഫ് മാനേജിംഗ് ക്ലാസ് റൂം ആക്ടിവിറ്റി കണ്ടെയ്നിങ് ദ സ്ട്രക്ചർ ഓഫ് ലേണിംഗ്. എങ്ങനെയാണ് ഓരോ കാര്യങ്ങളും കുട്ടികൾ പഠിക്കുന്നത്. ദ വേരിയേഷൻ ഓഫ് ദ ക്ലാസ് റൂം മാനേജ്മെന്റ് ക്യാൻ ബി ഐഡന്റിഫൈഡ് വിത്ത് ദിസ് മോഡുലാർ പാത്ത് ഓഫ് ടീച്ചിങ്. നമുക്ക് ഇതിൽ എന്തെങ്കിലും വേരിയേഷൻസോ എന്നുവെച്ചാൽ ഡീവിയേഷൻസോ കാര്യങ്ങളുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കുട്ടി അത് പഠിക്കുന്നില്ലെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു മോഡുലാർ അപ്രോച്ചിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്തെങ്കിലും വേരിയേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനും ആ കുട്ടിക്ക് വേണ്ട എക്സ്ട്രാ കെയറും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാനും പറ്റും. Then operations of classroom teaching ആണ്. It is also known as phase or stages of class teaching in classroom. നമുക്ക് 3 phase ആണ് മെയിൻ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ 3 സ്റ്റേജസ് ആണ് ക്ലാസ് റൂം ടീച്ചിങ്ങിനുള്ളത്.
A general format of classroom management needs 3 stages of managing classroom activities. മെയിൻ ആയിട്ട് 3 സ്റ്റേജസ് ആണ് ക്ലാസ് റൂം മാനേജ്മെന്റ് വരുന്നത്. പ്രീ ആക്റ്റീവ് സ്റ്റേജ്, ഇന്ററാക്റ്റീവ് സ്റ്റേജ്, പോസ്റ്റ് ആക്റ്റീവ് സ്റ്റേജ്. പ്രീ ആക്റ്റീവ് സ്റ്റേജ്, ഇന്ററാക്റ്റീവ് സ്റ്റേജ്, പോസ്റ്റ് ആക്റ്റീവ് സ്റ്റേജ്. Interactive stage related to managing classroom operations and activity. നമ്മുടെ ഇന്ററാക്റ്റീവ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ക്ലാസ് റൂം ആക്ടിവിറ്റീസും കാര്യങ്ങളും മാനേജ് ചെയ്യുന്നതാണ് വരുന്നത്. ദ പ്രീ ആക്റ്റീവ് സ്റ്റേജ് ആർ പ്ലാൻഡ് ബിഫോർ ദ ക്ലാസ് റൂം. പ്രീ ആക്റ്റീവ് സ്റ്റേജ് നമ്മൾ എന്ത് കണ്ടന്റ് ആണ് എന്ന ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത് എന്നതാണ് പ്രീ ആക്റ്റീവ് സ്റ്റേജിൽ വരുന്നത്. There is a flexibility in managing classroom activities. നമുക്ക് ക്ലാസ് റൂം ആക്ടിവിറ്റീസും കാര്യങ്ങളും മാനേജ് ചെയ്യാനായിട്ട് ഒരു ഫ്ലെക്സിബിലിറ്റി കിട്ടും. This concept of operation is given by Carl Openshaw. ഈ വ്യക്തിയാണ് ഈ ഒരു കൺസെപ്റ്റ് എന്ത് ചെയ്തത്, കൺസെപ്റ്റ് പറഞ്ഞിരിക്കുന്നത്. കാൾ ഓപ്പൻഷോ ആണ് ഈ ഒരു കൺസെപ്റ്റിനെ കുറിച്ചിട്ട് പറഞ്ഞത്. ഓപ്പറേഷൻസ് ഓഫ് ക്ലാസ് റൂം ടീച്ചിങ്ങിനെ കുറിച്ചിട്ട് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹമാണ്. ഓക്കെ, അപ്പൊ നമ്മള് ഈ ഒരു ടോപ്പിക് ഏതാണ്, നമ്മളുടെ അപ്രോച്ചുകളാണ് നോക്കിയത്. വേഗം ഈ ഒരു അപ്രോച്ചും കാര്യങ്ങളൊക്കെ ഒന്ന് റീഡ് ചെയ്ത് നോക്കിയേ. വേഗം റീഡ് ചെയ്യാം കേട്ടോ.
നെക്സ്റ്റ് വരുന്നത് ഡയമെൻഷൻസ് ഓഫ് ക്ലാസ് റൂം മാനേജ്മെന്റ് ആണ്. മാം ഇത് ടോട്ടൽ 6 അപ്രോച്ചസ് ആണോ അല്ലെങ്കിൽ 4ന്റെ മറ്റൊരു അണ്ടറിൽ വരുന്നതാണോ? അതില് 6 അപ്രോച്ച് ആടാ. അതിൽ 2 എണ്ണം മോഡുലാർ അപ്രോച്ച് ഓഫ് ടീച്ചിങ്ങും ഓപ്പറേഷൻസ് ഓഫ് ക്ലാസ് റൂം ടീച്ചിങ്ങും എവിടെ നോട്ട് ചെയ്തിട്ടില്ല, ഫസ്റ്റ് നോട്ട് ചെയ്തിട്ടില്ല കേട്ടോ. അത് അവർക്ക് ആ ഒരു ടൈപ്പ് ചെയ്തപ്പോ വന്നിരിക്കുന്ന പ്രശ്നമാണ് കേട്ടോ. ഓക്കെ, ഞാൻ നേരത്തെ നോക്കിയതാണ്, പറയാനായിട്ട് വിട്ടുപോയതാണ്. പറഞ്ഞു വന്ന ഫ്ലോയിൽ പറയാൻ വിട്ടുപോയതാണ് കേട്ടോ. 6 അപ്രോച്ചസ് ആണ് ഉള്ളത് കേട്ടോ. മോഡുലാർ അപ്രോച്ച് ടീച്ചിങ് മാത്രം ആരാന്ന് പറഞ്ഞിട്ടില്ല അല്ലെ? യെസ് മാം, ആദ്യം ഇല്ല, അതാ ചോദിച്ചത്. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. നമ്മുടെ ഡി ഉണ്ട്, ഇയും എഫും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് ഒരു 6 അപ്രോച്ച് നമുക്ക് പെട്ടെന്നായിട്ട്. അപ്പൊ ഇത്ര എടുക്കുന്നുള്ളൂ. നെക്സ്റ്റ് ടോപ്പിക്കും ഇത്രയും ടോപ്പിക് നെക്സ്റ്റ് ക്ലാസ്സിൽ റീഡ് ചെയ്തിട്ട് വരാം. നെക്സ്റ്റ് ക്ലാസ്സിൽ സെമിനാർ എടുക്കാവുന്നവര് റെഡി ആയിട്ട് പ്രിപ്പയർഡ് ആയിട്ട് തന്നെ വരാം. ഞാൻ ചിലപ്പോൾ ഞാൻ ജസ്റ്റ് കുറച്ച് പോർഷൻ എടുത്തിട്ടായിരിക്കും സെമിനാറിന് ടൈം അലോട്ട് ചെയ്യുന്നത് കേട്ടോ. കാരണം പോർഷൻ കുറച്ച് പെൻഡിങ് ആണ് എന്റെ, അതുകൊണ്ട് നമുക്ക് കുറച്ച് പോർഷൻ എടുത്തിട്ടായിരിക്കും സെമിനാറിനുള്ള ടൈം തരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ സെമിനാർ എടുക്കാനുള്ളവർ എല്ലാവരും റെഡി ആയിട്ട് തന്നെ വരാം. ക്ലാസ് നെക്സ്റ്റ് വെനസ്ഡേ ആരും ക്ലാസ് മിസ്സാക്കരുത്, ഈ വരുന്ന വെനസ്ഡേ. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു മാം. താങ്ക് യു.